Hey everyone, welcome back. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പഠിപ്പിച്ച കുട്ടികൾക്കുള്ള ഇംഗ്ലീഷ് എല്ലാം പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ പുതിയൊരു ടെക്നിക്കായിട്ട് വന്നിരിക്കണം കേട്ടോ. സോ ചെറിയ ചെറിയ സിറ്റുവേഷൻസ് എടുത്ത് നമുക്ക് അതിൽ എന്തൊക്കെ പറയാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പുറത്ത് പോകാൻ നമുക്ക് വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളെ കാണാനേ ഉണ്ടെങ്കിലില്ല. അപ്പോൾ നമ്മൾ ചോദിക്കും എവിടെയാ എന്ന് ചോദിക്കില്ലേ. അപ്പോൾ നമ്മൾ എന്ത് പറയും? വേർ ആർ യു എന്ന് ചോദിക്കും. എവിടെയാ? വേർ ആർ യു എന്ന് ചോദിക്കും അല്ലേ. അത് കഴിഞ്ഞ് പോയി നോക്കുമ്പോഴായിരിക്കും വല്ലവിടെ ഇരുന്ന് ടാബിലൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. സമയം പോണതേ അറിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ. അപ്പോൾ നമ്മൾ ചോദിക്കും ദാറ്റ്സ് ഇനഫ്. അപ്പോൾ നമ്മൾ പറയും ദാറ്റ്സ് ഇനഫ്, മതി, നിർത്തൂ എന്ന് പറയും അല്ലേ. സോ ദാറ്റ്സ് ഇനഫ് എന്ന് പറയും. എന്നിട്ട് നമ്മളെന്ത് പറയും? വേഗം ഷൂസ് ഇടൂ, നമുക്ക് പോകണ്ടേ എന്ന് പറയും അല്ലേ. അപ്പോൾ ഈ വേഗം ഷൂസ് ഇടൂ എന്നുള്ളത് നമ്മൾ എന്താ പറയുക? പുട്ട് ഓൺ യുവർ ഷൂസ്. ഓക്കെ, ഷൂസ് ഇടൂ, പുട്ട് ഓൺ യുവർ ഷൂസ് എന്ന് പറയും. പിന്നെ ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മൾ പറയും കൈ പിടിക്കൂ, പോണ്ടേ എന്ന് പറയും അല്ലേ. ഈ കൈ പിടിക്കൂ എന്ന് പറയുന്നത് എന്താ പറയുക? ഹോൾഡ് മൈ ഹാൻഡ്. ഓക്കെ, ഹോൾഡ് മൈ ഹാൻഡ്. അപ്പോൾ ആ ഫസ്റ്റ് ഒരു സിറ്റുവേഷനിൽ ഇത്രയും ഫ്രേസസ് ആണ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു സിറ്റുവേഷൻ നോക്കാം. ഇനി നമ്മൾ എക്സാമിന് പോകുമ്പോൾ കുട്ടികൾക്കൊക്കെ എപ്പോഴും ഒരു ടെൻഷൻ ഉണ്ടാവാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പറയും ഞാൻ എത്ര പഠിച്ചിട്ടും എനിക്ക് മാർക്ക് കിട്ടണില്ല, എന്ത് ചെയ്തിട്ട് ശരിയാവണില്ല. അപ്പം നമ്മൾ പറയില്ലേ ലിസൺ ടു മീ, ഞാൻ പറയണമെന്ന് കേൾക്കൂ. ലിസൺ ടു മീ. ഓക്കെ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ. നമ്മൾ എന്താ പറയുക? ക്ഷമയോടിരിക്കണം. ഓക്കെ, നമ്മൾ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കണം, ക്ഷമയോടിരിക്കണം. സോ ക്ഷമയോടിരിക്കൂ എന്ന് നമ്മളിങ്ങനെ പറയാം. ഹാവ് പേഷ്യൻസ് എന്ന് പറയും അല്ലേ. ഹാവ് പേഷ്യൻസ്. ഓക്കെ, അത് നമ്മൾ കുട്ടികൾ എന്തായാലും എക്സാമിന് പോവുകയാണ്, നമ്മൾ പറയും നന്നായിട്ട് ചെയ്യണോട്ടോ എന്ന് പറയില്ലേ. നന്നായിട്ട് ചെയ്യണോട്ടോ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താ? ഡു വെൽ. ഓക്കെ, ഡു വെൽ. അപ്പോൾ അതാണ് നമ്മളുടെ അടുത്ത സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്ന ചെറിയ 3 ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, ഇനി നമ്മുടെ കുട്ടികൾക്ക് എപ്പോഴും ഉള്ളൊരു കംപ്ലയിൻ്റ് ആണല്ലേ, ബോറടിക്കണു, എപ്പോഴും ബോറടിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു പണി കൊടുക്കാം അല്ലേ. അപ്പോൾ നമ്മൾ പറയും ബോറടിക്കണ്ടോ, നന്നായി ഒന്ന് നടത്തി കൊണ്ടുവരൂ കേട്ടോ എന്ന് പറയില്ലേ. അതിൻ്റെ ഇംഗ്ലീഷ് എങ്ങനെയാണ് പറയുന്നത്? ഗോ വാക്ക് ദ ഡോഗ് ആൻഡ് കം എന്ന് പറയില്ലേ. വാക്ക് ദ ഡോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായയെ പുറത്ത് നടത്താൻ കൊണ്ടുപോവുക എന്നുള്ളതാണ് കേട്ടോ. നായയെ പുറത്തേക്ക് നടത്താൻ കൊണ്ടുപോകുന്നതിന് പറയുന്നതാണ് വാക്ക് ദ ഡോഗ്. ഹൗ ഡസ് ദാറ്റ് സൗണ്ട്? അതെങ്ങനെയുണ്ട് നമ്മൾ ചോദിക്കില്ലേ. പണി കൊടുത്തോണ്ട് നമുക്ക് അങ്ങനെ ചോദിക്കാം അല്ലേ. അതെങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. അതെങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നതിൻ്റെ ഇംഗ്ലീഷാണ് ഹൗ ഡസ് ദാറ്റ് സൗണ്ട് എന്ന് ചോദിക്കും. ഓക്കെ, ഇനി അടുത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങാൻ പോണ സമയത്ത് എത്ര പറഞ്ഞാലും ഉറങ്ങാൻ ഇഷ്ടമില്ല അല്ലേ. കുട്ടികൾക്ക് എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കണം, ടി വി കാണണം, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ പറയും ഉറങ്ങാൻ സമയമായില്ലേ ചോദിക്കുമ്പോൾ ഒരു മിനിറ്റ് ഇത്തിരി ടി വി കണ്ടിട്ട് പോട്ടെ എന്നും പറഞ്ഞിട്ട് റിമോട്ടോ അല്ലെങ്കിൽ ഫോണോ എന്തെങ്കിലുമൊക്കെ കളിക്കാനോ എന്തിനെങ്കിലും പോകില്ലേ. അപ്പോൾ നമ്മളിങ്ങനെ തൊടാൻ പോകുമ്പോഴേക്കും പറയും തൊടണ്ട എന്ന് പറയില്ലേ. ആ തൊടണ്ട എന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻ എന്താ? ഡോണ്ട് ടച്ച്. ഡോണ്ട് ടച്ച്, അത് തൊടാൻ പോണ്ട, ഉറങ്ങാൻ സമയമായി, സോ ഡോണ്ട് ടച്ച് എന്ന് പറയില്ലേ. ഇത് നമ്മൾ എങ്ങാനും ചിലപ്പോൾ പറഞ്ഞാലോ അത് എടുക്കുമ്പോൾ നമ്മൾ പറയും ഇങ്ങോട്ട് തരൂ എന്ന് പറയില്ലേ. ഇങ്ങോട്ട് തരൂ എന്ന് പറയും. ആ തരൂ എന്ന് പറയുന്നതിന് എന്താ പറയുക? ഗിവ് ഇറ്റ് എന്ന് പറയില്ലേ. ഗിവ് ഇറ്റ്, അത് ഇങ്ങോട്ട് തരൂ, ഗിവ് ഇറ്റ്. ഓക്കെ, എന്നിട്ട് നമ്മൾ പറയും മതി, ഇനി പോയി കിടന്നു എന്ന് പറയില്ലേ. പോയി ഉറങ്ങണം, ഇപ്പം സമയമായി, സോ ഗോ ടു ബെഡ്. അതാണ് അതിൻ്റെ ഇംഗ്ലീഷ്. ഓക്കെ, ഗോ ടു ബെഡ് എന്ന് വെച്ചാൽ ഉറങ്ങാൻ സമയമായി, പൊക്കോളൂ, ഉറങ്ങൂ എന്നുള്ളതാണ് കേട്ടോ. ഗോ ടു ബെഡ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നമ്മളുടെ എപ്പോഴത്തെയും ലൈഫിലുള്ള ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ കുട്ടികളോട് എപ്പോഴും പറയേണ്ടി വരേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് നന്നായി യൂസ് ചെയ്യുക. നല്ല ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് നമുക്ക് കുറച്ച് പണി കൊടുക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്, സമാധാനിപ്പിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഉറങ്ങാൻ പോകാനും പറയാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും മറക്കാണ്ട് വീട്ടിൽ യൂസ് ചെയ്യുക. ഓക്കെ, അത്രേ ഉള്ളൂ. സോ ഐ സീ യു ഇൻ ദ നെക്സ്റ്റ് സെഷൻ. ബൈ, ടേക്ക് കെയർ.